ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം അല്ലേ, NTPCയുടെ എക്സാം കഴിഞ്ഞ വർഷത്തത് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ വർഷവും എന്തുണ്ട്, NTPC എക്സാം ഉണ്ട്. ഇതിൻ്റെ എല്ലാവരും ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പഠിച്ചു തുടങ്ങിയോ? ഇല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണ്ടേ? ചുമ്മാ സമയം കളഞ്ഞാൽ മതിയോ? പോരാ. അപ്പം നമുക്ക് പഠിക്കണം. എന്താണ് ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ അവരുടെ ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ടോപ്പിക്ക് കവർ ചെയ്ത് പഠിക്കാനുള്ളത്. നമുക്ക് കഴിഞ്ഞ തവണത്തെ എക്സാം എഴുതിയവർ പലരും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അപ്ലൈ ചെയ്ത് അടുത്ത എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കാണും അല്ലേ. തുടങ്ങാത്തവർ എന്ത് ചെയ്യുക, വേഗം സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ കൂടെ മത്സരിക്കുന്നവരൊക്കെ അന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നെക്സ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മൾ പിന്നിലായി പോകൂലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളും കൂടെ എത്താൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി പഠിച്ചു തുടങ്ങുമ്പോൾ കണ്ണി കണ്ട ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സയൻസ് എന്താണ്, GK ഏതാണ് എന്ന് പറഞ്ഞ് എല്ലാം കൂടെ വാരി വലിച്ച് പഠിച്ചാൽ ഒന്നും ഓർമ്മയില്ലാണ്ട്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതായിരിക്കില്ല നമ്മൾ പഠിച്ചതായിരിക്കത്തില്ല ചോദ്യ പേപ്പറിൽ കാണുന്നത്, ഫുള്ള് കൺഫ്യൂഷൻ ആവും അല്ലേ. അതിന് പകരം എന്താണ്, NTPCയുടെ ട്രെൻഡ് മനസ്സിലാക്കി ഏതൊക്കെ പോർഷനാണ് വെയിറ്റേജ് കൂടുതലെന്ന് മനസ്സിലാക്കി അത് എന്ത് ചെയ്യുക, കൃത്യമായി കവർ ചെയ്യുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ പരീക്ഷയ്ക്ക് നമുക്ക് പിഴച്ചത് എവിടെയാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യാം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, സയൻസ് എന്ന് പറയുന്നതിൽ നമുക്ക് NTPCയിൽ വരുന്നത് 3 സബ്ജക്റ്റുകളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, നമ്മുടെ ബയോളജി ഉണ്ട്. ഇങ്ങനെ 3 പോർഷനും ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഫിസിക്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് മെക്കാനിക്സ് എന്ന പോർഷനിൽ നിന്നുമാണ്. ഓക്കെ. ഇനി കെമിസ്ട്രിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ എവറിഡേ ലൈഫിലുള്ള ബേസിക് കെമിസ്ട്രിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നത്. ഇനി ബയോളജിയെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഹ്യൂമൻ ബോഡിയെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ്? ഹ്യൂമൻ ബോഡിയെ ബേസ് ചെയ്ത് നോക്കിക്കേ. ഹ്യൂമൻ ബോഡിയുടെ വെയിറ്റേജ് അപ്രോക്സിമേറ്റ്ലി 52.71%. അതായത് മോർ ദാൻ ഹാഫ് അവിടെ കവർ ചെയ്തിരിക്കുന്നത് എന്ത് റിലേറ്റഡ് ആണ്, നമ്മുടെ ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആണ്. ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി, ഡിസീസ്, അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ഒരുപാട് മോർഫോളജി, നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം ആയിക്കോട്ടെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഹ്യൂമൻ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളവയാണ്. ഓക്കെ അല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഓർഗൻസിനെ കുറിച്ചിട്ടാണെന്നും മനസ്സിലാക്കുക. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഡിസീസ്, വൈറ്റമിൻസ്, ഓർഗൻസ് തുടങ്ങിയവയാണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ഷിഫ്റ്റുകളിൽ വന്നിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചാൽ അത് ലിവറിനെ കുറിച്ചും ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചും ഒക്കെയാണ്. നമുക്കിന്ന് കുറച്ച് ഈ ഹ്യൂമൻ ബോഡി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ബാക്കി വെയിറ്റേജ് കൂടി ഒന്ന് നോക്കാം. നമുക്ക് വരും ക്ലാസ്സുകളിൽ ഓരോ ടോപ്പിക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണക്ക് സെക്ഷൻസ് എടുക്കാം. ഇനി വരുന്നത് നെക്സ്റ്റ് പൊസിഷൻ ഉള്ളത് ബോട്ടണിക്കാണ്. ആർക്കാണ്? ബോട്ടണിക്കാണ്. അത് 15.27% പറയുന്നു അല്ലേ. ഇവിടെയാണ് പ്ലാൻ മോർഫോളജി, പ്ലാൻ കിങ്ഡം, പ്ലാൻ ഡിസീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. എവിടെയാണ്? ഈ പറയുന്ന ബോട്ടണിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി സുവോളജിയിൽ എന്തൊക്കെയുണ്ട്? ബേസിക് സുവോളജിയിലെ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ഈ പറയുന്ന അനിമൽ കിങ്ഡം ഇൻക്ലൂഡ് ചെയ്യുന്നത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ, ബേസിക് ബയോളജി ടേംസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ സുവോളജിയും ബയോളജി ഇൻ എവരിഡേ ലൈഫിലും കൂടി ആണെന്ന് മനസ്സിലാക്കുക. ഇനി സെല്ലുകളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അത് ഏകദേശം 4% ചോദ്യങ്ങൾ ഈ സെല്ല് റിലേറ്റ് ചെയ്താണ് നമുക്ക് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ളത്. അതായത് സൈറ്റോളജി, ഇപ്പൊ സെൽ ഡിവിഷൻ, അവരുടെ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ എന്താണ്, ഈ സെല്ലിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ,
സിദ്ധാന്തങ്ങളുണ്ടല്ലേ കുറെ, അത് പിന്നെ ഓരോ പരിണാമങ്ങളും അവരുടെ ലോസ് ആരാണ് കണ്ടുപിടിച്ചത് തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. അത് 1.46% ആണ് ഇത്രയും നാളത്തെ ട്രെൻഡ് അനുസരിച്ച് വന്നിട്ടുള്ളതെന്ന് ഓർക്കുക. പിന്നെ എക്കോളജിയും എൻവയോൺമെന്റും, അതായത് ബേസിക് കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത്. ഗ്രാജുവേറ്റ് ലെവൽ എത്തുമ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയത്, അണ്ടർ ഗ്രാജുവേറ്റ് ആവുമ്പോൾ എന്താണ് ഒരു ബേസിക് ലെവൽ. ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് രണ്ടാൾക്കും പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ PYQs മനസ്സിലാക്കി, അപ്പോൾ ആ ട്രെൻഡ് മനസ്സിലാക്കിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഒരേപോലെ പഠിച്ച് മുന്നേറാൻ സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് എന്താണ് നോക്കുന്നത്, ഹ്യൂമൻ ബോഡിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് PYQs ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വെറുതെ ചോദ്യങ്ങൾ പറഞ്ഞു പോവാം, നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓരോ ടോപ്പിക്കിന്റെ കീഴിലും വരുന്ന സബ് ടോപ്പിക്സ് എന്താണ്, ആ സബ് ടോപ്പിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഫോക്കസ് ഏരിയ, അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിസ്സാരമായിട്ട് നമ്മൾ മറ്റേ കരിക്കിലൊക്കെ കാണുന്ന നിസ്സാരം പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു റെയിൽവേ ജോലി സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറല്ലേ? ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഇതിൽ ഒരു 10-30 ചോദ്യം ഉണ്ടാവും. ഇതിൽ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ കൂടെ ഞാൻ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്ന് എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്പൊ എനിക്ക് ഈ പോർഷൻ അറിഞ്ഞൂടാ, അപ്പൊ ഇപ്പൊ ഞാൻ ലിവറിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതെങ്കിൽ എന്ത് ചെയ്യുക, ലിവർ എന്ന് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാസ് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ് അല്ലേ. അപ്പൊ അത് കണ്ടോ, എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു ഏരിയ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. വെയിറ്റേജ് കൂടിയതിൽ നിന്ന് തുടങ്ങി കുറഞ്ഞതിലേക്ക് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ. നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈജസ്റ്റീവ് ഹോർമോൺസ് ഈസ് സെക്രീറ്റഡ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഓക്കെ അല്ലേ? ആ ഹോർമോണിന്റെ പേര് ഈ തന്നിട്ടുള്ളവയിൽ നിന്നും ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിയോഡിനം, ജെജിനം, ഇലിയം, അങ്ങനെ 3 പാർട്സ് സെപ്പറേറ്റഡ് ആർക്കുണ്ട്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിനുണ്ടെന്ന് നമുക്കറിയാം. ഇതിൽ ഏത് ഹോർമോൺ ആണ് അവിടെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? കോളിസിസ്റ്റോകൈനിൻ, സെക്രീറ്റിൻ, മോൾട്ടിൻ, ഓൾ ഓഫ് ദീസ്. ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. CCK എന്നറിയപ്പെടുന്ന കോളിസിസ്റ്റോകൈനിനാണ് നമ്മുടെ ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഡൈജസ്റ്റീവ് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെക്രീറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഡിയോഡിനത്തിലാണ്. എവിടെയാണ്? ഡിയോഡിനത്തിലാണ് സെക്രീറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? സെപ്പറേറ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയണം. ഇനി ഡിയോഡിനത്തിലും ജെജിനത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോൺ ആണ് ഈ പറയുന്ന മോട്ടിലിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഡൈജസ്റ്റീവ് ഹോർമോൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡൈജസ്റ്റീവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡിയോഡിനത്തിലും ജെജിനത്തിലും കൂടെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഈ CCK ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻസ് സെക്രീറ്റ്സ് ബൈൽ ജ്യൂസ്? അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ളത് ലിവറിന്, സ്മോൾ ഇൻറ്റസ്റ്റൈന് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് നമ്മൾ ഒരു വരി വിടാതെ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബേസിക് ഹ്യൂമൻ ബോഡി പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഏരിയാസ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എത്രത്തോളം തവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ സെക്രീറ്റ്സ് ബൈൽ ജ്യൂസ്? എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു മാർക്ക് എല്ലാവർക്കും കിട്ടി. ലിവർ, ഹാർട്ട്, കിഡ്നി, ബ്രെയിൻ. ആരാണ് നമ്മുടെ ആൻസർ?
ബൈൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് ലിവർ ആണ്. Which component of the cell contains the hereditary material of the cell which is DNA? DNA അല്ലെ, DNA ഉള്ള, അതായത് DNA-യിൽ ആരുണ്ട്? ഹെറിഡിറ്ററി, നമ്മുടെ പാരമ്പര്യം വെച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് ആ DNA-യിൽ. ഈ DNA എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, റൈബോസോം, RNA, ന്യൂക്ലിയസ്, നൺ ഓഫ് ദീസ്. ആരാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ന്യൂക്ലിയസ്. ആരാണ്? ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയസിനുള്ളിലാണ് ആരിയ്ക്കുന്നത്? DNA ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ ഓഫ് ദി ഹ്യൂമൻ ബോഡി ആർ കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർഡ് ആസ് ഗ്ലൈക്കോജൻ? ഗ്ലൈക്കോജൻ ആയിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവം ഏതാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. കിഡ്നി, ലിവർ, മൗത്ത്, ഹാർട്ട്. ഏതിലാണ് കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് നമ്മുടെ ലിവറിലാണ്. ഓക്കെ അല്ലേ? ഇനി പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ എന്തായിട്ടാണ് ഇരിക്കുന്നത്? നമ്മുടെ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഫാറ്റ്സിനെ നമ്മൾ എന്തായിട്ട് വെക്കും? ഫാറ്റി ആസിഡ്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരുപാട് തവണ ഇതിൽ പല ക്വസ്റ്റ്യൻസ് മാറി മാറി വന്നിട്ടുള്ളതാണെന്ന് ഓർക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രോങ്ങസ്റ്റ് മസിൽ ബേസ്ഡ് ഓൺ ഇറ്റ്സ് വെയിറ്റ് of the body is the master muscle and is located in the dash. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? മസിലിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ഭാരത്തിന്റെ അടിസ്ഥാനത്തിലെ ഏറ്റവും ഭാരമുള്ള സ്ട്രോങ്ങസ്റ്റ് മസിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു ചോദ്യം ഡെവലപ്പ് ചെയ്തിട്ട് പറയും, അതിന്റെ ആൻസർ ഈ പറയുന്ന മാസ്റ്റർ മസിൽസ് ആണെന്ന് പറയണം. ഓക്കെ അല്ലേ? ഒരു ചോദ്യം കിട്ടിയേ. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ മാസ്റ്റർ മസിൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ്. ഓക്കെ അല്ലേ? നോക്കൂ, നമ്മുടെ ശരീരത്തില് വെയിറ്റിന്റെ, അതായത് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് മസിൽ ഉണ്ട്. ഇയാളുടെ പേരെന്താണ്? മാസ്റ്റർ മസിൽ എന്ന് മനസ്സിലായി. ഇയാള് നമ്മുടെ ശരീരത്തിൽ ഏത് പാർട്ടിലാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജോ, സ്പൈൻ, ബ്രെയിൻ, തൈ. എവിടെയാണ്? നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? അത് ജോയിലായിരിക്കണം. എവിടെയാണ്? ജോയിൽ കാണപ്പെടുന്ന ഒരു മസിലാണ് മാസ്റ്റർ മസിൽ, വിച്ച് ഈസ് സ്ട്രോങ്ങസ്റ്റ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഇറ്റ്സ് വെയിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡി പാർട്ട് ഈസ് ഡയറക്ട്ലി അഫക്റ്റഡ് ഇൻ ദ ഡിസീസ് കോൾഡ് റിക്കറ്റ്? നമുക്കറിയാം, ഡിസീസുകളുടെ കാര്യം പറയുമ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിപ്പോൾ SSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, GK അല്ലെങ്കിൽ സയൻസ് ഉള്ള ഒരു പരീക്ഷയാണെങ്കിൽ അവിടെ വൈറ്റമിൻസ് പഠിച്ചേ പറ്റൂ അല്ലേ? അപ്പോൾ വൈറ്റമിൻസിനെ ബേസ് ചെയ്തും അല്ലെങ്കിൽ ഡിസീസ് കാറ്റഗറിയിലും ഒക്കെ വരുന്ന ഒരു ചോദ്യത്തിന്റെ ടൈപ്പാണ് എന്ത്? ഈ പറയുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഹ്യൂമൻ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. വൈറ്റമിൻ റിലേറ്റ് ചെയ്തും എന്ത് ചെയ്യാം? ഈ ഒരു സെയിം ഡിസീസ് വരാം. വൈ? ബിക്കോസ് നമുക്കറിയാം റിക്കറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? ഏത് ശരീരഭാഗത്തെയാണ് റിക്കറ്റ്സ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചോദ്യം വന്നിരിക്കുന്നത്. ബോൺസ്, ഐസ്, സ്കിന്ന്, ടീത്ത്. എല്ലുകള്, കണ്ണ്, ത്വക്ക്, പല്ല്. എന്താണ് നമ്മുടെ ആൻസർ? നമുക്കറിയാം, റിക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് 2 എണ്ണം ഉണ്ട്. ഒന്ന് ഈ പറയുന്ന റിക്കറ്റും, ഒന്ന് ഏതാണ്? ഒന്ന് ഓസ്റ്റിയോമെലേഷ്യയാണ് അല്ലേ? ഈ പറയുന്ന റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം കുട്ടികളെ ബാധിക്കുന്നതാണെന്നും ഈ ഓസ്റ്റിയോമെലേഷ്യ എന്ന് പറയുന്നത്
അഡൽസിനെ ബാധിക്കുന്നതാണെന്നും മനസ്സിലാക്കുക. എഴുതുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അഫക്റ്റഡ് ബൈ പൈറിയ ആർ. ഇതും എന്താണ്? ഡിസീസിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. പൈറിയ എന്ന രോഗം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ നോക്കിക്കേ, നോസ്, സ്കിന്ന്, ഗമ്മ്, ഇയർ എവിടെയാണ്? നമ്മുടെ മൂക്കാണോ? അല്ല. ത്വക്കാണോ? അല്ല. ഗമ്മാണോ? മോണ. ഗമ്മിന്റെ അർത്ഥം എന്താണ്? മോണയാണ് അല്ലെ? മോണ. മോണയെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്ത്? ഈ പറയുന്ന പൈറിയ എന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? ഇതിനെ തന്നെ, ഇതേ രോഗത്തെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരിയോഡോൺടൈറ്റിസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? പെരിയോഡോൺടൈറ്റിസ് എന്ന് വിളിക്കപ്പെടുന്ന രോഗം ഏതാണ്? പൈറിയ ആണെന്ന് മനസ്സിലാക്കുക. വേറൊരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടത്, ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്നും മനസ്സിലാക്കുക. എന്താണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നും, എന്താണ്? പുവർ ഗം ഹെൽത്ത്, ബ്ലീഡിങ്, അപ്പോൾ ഡീക്കേയിങ്, ഇതൊക്കെ കാരണവും ഡീക്കേയിങ്ങും കൂടെ വന്നാൽ എന്ത് ചെയ്യും? ലാസ്റ്റ് ഫൈനൽ ഇതായിട്ട് നമ്മുടെ പല്ലുകൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്ന, മോണകളെ ബാധിക്കുന്ന രോഗമാണ് പൈറിയ എന്നത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമോ? ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. പെരിയോഡോൺടൈറ്റിസ് ആണ് ഈ രോഗം എന്ന് പറഞ്ഞു അല്ലേ? നമുക്കൊരു പെരിയോഡോണ്ടൽ എന്ന് പറയുന്ന ലിഗമെന്റ് നമ്മുടെ മോണയിലുണ്ട്. ഏത് ലിഗമെന്റിനെ നോക്കൂ, വിച്ച് അല്ലെങ്കിൽ പൈറിയ അഫക്ട്സ് വിച്ച് ലിഗമെന്റ് ഓഫ് അവർ ഗം എന്നാണ് ചോദ്യമെങ്കിൽ, നോക്കൂ, ഗമ്മാണ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു പൈറിയ എന്ന് പറയുന്നത് പെരിയോഡോണ്ടൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ചോദ്യം കണ്ടാ ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെ? അപ്പോ ഇത് ബാധിക്കുന്ന ലിഗമെന്റ് പെരിയോഡോണ്ടൽ ലിഗമെന്റ് ആണെന്നും കൂടി മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് പ്രസന്റ് ഇൻ ഇൻസുലിൻ? നമ്മുടെ ആർട്ടിഫിഷ്യൽ, അതായത് നമ്മുടെ ഗ്ലൂക്കോസ് ലെവല് മാറുമ്പോൾ അല്ലെങ്കിൽ കുറെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യാറുണ്ട്? ഇൻസുലേഷൻ ഇൻജക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെ? ഇതിലൊരു മെറ്റൽ ഉണ്ട്, അത് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അയൺ, സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം. ആരാണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് ക്രിസ്റ്റൽസ് ആണ്. സിങ്ക് ക്രിസ്റ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇൻസുലിൻ അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദി ഹ്യൂമൻ ബോഡി? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഈസോഫാഗൽ ഗ്ലാൻഡ്, മെമ്മറി ഗ്ലാൻഡ്, ലിവർ, സ്വെറ്റ് ഗ്ലാൻഡ്. ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? അത് ലിവർ ആണ്. ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? അത് ലിവർ എന്ന് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിവെന്റ്സ് ഫുഡ് ഫ്രം എൻറ്ററിങ് റെസ്പിറേറ്ററി ട്രാക്ട് ഡ്യൂറിങ് സോളോയിങ്? നമ്മൾ ഭക്ഷണങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഒരു സാധനം, ഒരു ലിഡ് കണക്ക്, ഒരു അടപ്പ് കണക്കൊരു സാധനം വന്ന് ഇവിടെ ഇങ്ങനെ നമുക്ക് എന്തുണ്ട്? ഫുഡ് പൈപ്പും ഉണ്ട്, നമുക്ക് റെസ്പിറേഷനുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റും ഉണ്ട്. അപ്പോൾ ഒന്ന് വരുമ്പോൾ ഒന്ന് എന്ത് ചെയ്യണം? അടച്ചു കൊടുത്താലേ ഇപ്പുറത്തൂടെ ഫുഡും അല്ലെങ്കിൽ ഇപ്പുറത്തൂടെ എയറും ഒക്കെ എന്ത് ചെയ്യത്തുള്ളൂ? കയറി ഇറങ്ങിയൊക്കെ പോവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ അടയ്ക്കുന്ന ഈ ലിഡുണ്ട്, ഈ ലിഡിന്റെ പേരെന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മണ്ടേ കയറുന്നു, നെറുകെ കയറുന്നു, ഇതൊക്കെ എന്താണ്? ഈ ലിഡ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ലിഡ് ജസ്റ്റ് എന്ത് ചെയ്യും? മാറിക്കളയും. ഇത് മാറിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് മാറിക്കളയും. അപ്പൊ ഈ മാറിക്കളയുമ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഇതിലേ പോവാനുള്ള ആളെന്ത് ചെയ്യും? ഇപ്പുറത്തൂടെ ഇറങ്ങി അങ്ങ് പോകും. അപ്പൊ അത് മണ്ടേ കയറി ശ്വാസതടസ്സം ഉണ്ടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ?
അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാതെ ഇതിനെ തടയുന്നത് ആരാണ്? എപ്പിഗ്ലോട്ടിസ്, ഗുള്ളറ്റ്, ഗ്ലോട്ടിസ്, നൺ ഓഫ് ദീസ്. ആരാണ് ഇത് തടയുന്നത്? ഇത് തടയുന്നത് നമ്മുടെ എപ്പിഗ്ലോട്ടിസ് ആണ്. ആരാണ്? എപ്പിഗ്ലോട്ടിസ് ആണ് ഇങ്ങനെ സംഭവിക്കാതെ തടയുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ആസിഡ് ഈസ് സെക്രീറ്റഡ് ഇൻ ദി ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ ഹ്യൂമൻസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ആസിഡ് പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഇത് ഏത് ആസിഡ് ആണ് എന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ആന്റാസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നോക്കൂ, ഏതാണ് ആസിഡ്? സൾഫ്യൂരിക് ആസിഡ് ആണോ? H2SO4. ഇതാണെങ്കിൽ എല്ലാം കൂടെ ദ്രവിച്ച് ഉരുകി അങ്ങ് പോവും. പിന്നെ ഫുഡൊന്നും കഴിക്കേണ്ടി വരില്ല. നമ്മുടെ ഇവിടെ കൂടെ ഒക്കെ ഹോളൊക്കെ കിടക്കും അല്ലേ? അപ്പോൾ അതല്ല. നൈട്രിക് ആസിഡ് അല്ല, ആന്റാസിഡ് അല്ല, മറിച്ച് ആരാണ്? HCl ആണ് അല്ലേ? HCl എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പൊ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് അവിടെ എത്തിയിട്ടില്ല എങ്കിലും എന്ത് ചെയ്യും? നമ്മുടെ ശരീരം കൃത്യസമയത്ത് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ HCl പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് എന്ത്? അൾസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഓവർ സെക്രീഷൻ, ഫുഡ് എത്തിയില്ല കൃത്യ അളവിൽ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? HCl കൂടി പോകും. HCl കൂടി പോകുമ്പോൾ നമുക്ക് അൾസർ പോലുള്ള രോഗങ്ങൾ, വയറിടിച്ചിൽ എന്നിവ വരും. ഓക്കെ അല്ലേ? ഇവിടെ അന്റാസിഡ്സ് എന്താണ്? നാച്ചുറൽ അന്റാസിഡ്സ് എന്നറിയപ്പെടുന്നത് നമ്മുടെ വാട്ടറിനെയാണ്. എന്താണ്? വെള്ളത്തിനെയാണ് നമ്മൾ നാച്ചുറൽ അന്റാസിഡ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? HCl ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മുടെ pH ലെവൽ 7 ആയതുകൊണ്ട് തന്നെ വാട്ടർ എന്ത് ചെയ്യും? ഇത് ബേസ് ആണ്. ബേസും അല്ല അസിഡിക്കും അല്ല, നോർമൽ റേഞ്ചിലാണ് അല്ലേ? അപ്പൊ നമുക്കറിയാം pH 7 ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ വെള്ളം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതൊന്ന് തണുക്കും. ഒരു സ്റ്റെബിലൈസേഷൻ എന്ത് ചെയ്യും? എത്തും. അല്ലാണ്ട് ബേസിക് രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ സാധനങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അന്റാസിഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ദ പൾസ് ഇൻ ദി ഹ്യൂമൻ ബ്രസ്റ്റ് ബീറ്റ്സ്. നോക്കൂ, നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കുന്നത് പോലെ തന്നെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ പൾസ് റേറ്റ് കൈയുടെ ഇവിടെ റിസ്റ്റിൽ പിടിച്ച് നോക്കാറുണ്ട്. ഇതും ഹാർട്ട് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കിക്കേ. faster than the heart rate, slower than the heart rate, at the different rate than the heart rate, at the same rate as the heart rate. എന്താണ്? നമ്മുടെ ഹാർട്ട് റേറ്റിനേക്കാളും വേഗത കൂടിയതായിരിക്കും നമ്മുടെ റിസ്റ്റിലുള്ളത്. ആണോ? അല്ല. ഇനി സ്ലോവർ ദാൻ ദി ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ബീറ്റ് സൗണ്ട് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിനേക്കാൾ കുറവായിരിക്കും നമ്മുടെ റിസ്റ്റിൽ നിന്ന് കിട്ടുന്ന പൾസ് റേറ്റ് എന്ന് പറയുന്നു. അത് ശരിയാണോ? അതും ശരിയല്ല. അറ്റ് ഡിഫറെന്റ് റേറ്റ് ദാൻ ദി ഹാർട്ട് റേറ്റ്. ഇവിടെ കിട്ടുന്നതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അതുമല്ല. മറിച്ച് എങ്ങനെയാണ്? സെയിം ആണ്. എന്താണ്? സെയിം ലെവലാണ്. എത്രയാണോ നമുക്ക് ഹാർട്ടിൽ നിന്ന് കിട്ടിയ ബീറ്റ് സൗണ്ട്, അത് തന്നെയായിരിക്കും നമ്മുടെ റിസ്റ്റിൽ നിന്ന് കിട്ടുന്ന പൾസ് സൗണ്ടും എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. നോർമൽ ഒരു ഹ്യൂമൻ അഡൽറ്റിന്റെ ഹാർട്ട് ബീറ്റ്സ് എത്രയാണ്? നോർമൽ റേഞ്ച് അത് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. എത്രയാണ്? 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇത് ഓരോരുത്തർക്കും വ്യത്യസ്ത അളവിലാണ് വരുന്നത്. ന്യൂ ബോൺസ്, നിയോനേറ്റ്സ് അല്ലെ, ജസ്റ്റ് ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നിയോനേറ്റ്സിനാണെങ്കിൽ ഇത് 100 to 190 ആയിരിക്കും റേഞ്ച് എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഇത് 70-120 ആണ് റേഞ്ച്. എത്രയാണ്? 70-120. ഇനി 1 മുതൽ 12 മാസത്തിലുള്ള ഇൻഫൻസ് ആണെങ്കിൽ 1 മുതൽ 12 മാസം, 1 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 80-160 ആണ്. എത്രയാണ്? 80-160. ഇനി ഒരു ടീനേജിൽ എത്തുന്ന കുട്ടികളുണ്ടല്ലോ, 11 മുതൽ 17 വയസ്സ് വരെ,
ഈ റേഞ്ചിലുള്ള കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 60 to 100 റേഞ്ചിൽ തന്നെ വരും. ഇതേ അളവ് തന്നെയാണ് നമ്മൾ പറഞ്ഞ അഡൽസിനും വരുന്നത്. അപ്പോൾ ടീൻസിനും അഡൽസിനും ഒക്കെ എന്താണ് നോർമൽ ഹാർട്ട് ബീറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കാം. സിമെന്റ് ഫാക്ടറി വർക്കേഴ്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു സഫർ ഫ്രം വിച്ച് ഡിസീസ് ഓഫ് സൈറ്റോസിസ്? നോക്കൂ, സിമെന്റ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരാൻ സാധ്യതയുള്ളത് തന്നിട്ടുള്ളവയിൽ നിന്നും ഏത് തരത്തിലുള്ള സൈറ്റോസിസ് ആയിരിക്കും എന്നാണ് ചോദ്യം. നോക്കിയേ, ലുക്കീമിയ, സൈറ്റോസിലിക്കോസിസ്, ബോൺ മാരോ ഡിസീസ്, ആസ്ബെറ്റോസിസ്. ഏത് രോഗമാണ് സൈറ്റോസിന്റെ ഭാഗമാണ്, സൈറ്റോസിസ് കാറ്റഗറിയിൽ നിന്ന് സിമെന്റ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നത് ആൾക്കാർക്ക് പിടിപെടുന്നത്? അത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? സൈറ്റോസിലിക്കോസിസ്. ഏതാണ്? സൈറ്റോസിലിക്കോസിസ്. ഓക്കെ അല്ലേ? നമുക്കത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബൈ വാട്ട് മീൻ ഈസ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടഡ് ഇൻ ഹ്യൂമൻ ബോഡി? ഏത് തരത്തിലാണ് കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ത്രൂ ഹീമോഗ്ലോബിൻ, HB-യിലൂടെ. പിന്നെ ഡിസോൾവ് ഇൻ പ്ലാസ്മ, പ്ലാസ്മയിൽ അലിഞ്ഞു ചേർന്ന്. ആസ് ബൈകാർബണേറ്റ്സ്, ബൈ ഓൾ ഓഫ് ദീസ്. എന്താണ് ഇവയെല്ലാം? ഏതായിരിക്കും നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം നമ്മൾ പറയേണ്ടത് അത് ഓപ്ഷൻ ഡി ആണ്, ബൈ ഓൾ ഓഫ് ദീസ്. ഈ എല്ലാ രീതിയിൽ കൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തില് കാർബൺ ഡയോക്സൈഡ് നിറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതില് വേറൊരു ചോദ്യം വരികയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ആവുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണെന്ന് പറയണം? അത് ബൈകാർബണേറ്റ്സിന്റെ രൂപത്തിലാണെന്ന് പറയണം. എന്താണ്? ബൈകാർബണേറ്റ്സിന്റെ രൂപത്തിലാണ് ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ തോതിൽ ഡിസോൾവ് ആകുന്നത്. ഇത് ഏകദേശം 70% ആണെന്നും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. രണ്ടാമത്തേതാണ് 20 മുതൽ 23% എന്ന റേഞ്ചിൽ എന്ത് ചെയ്യും? HB-യുമായിട്ട് ബൈൻഡ് ചെയ്ത് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ പൊസിഷൻ മാത്രമേ ഉള്ളൂ പ്ലാസ്മയുമായിട്ട് റിലേഷൻ. അതൊരു ഏകദേശം 7% എന്ന നിലയിൽ എന്താണ് ബൈൻഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, where does fertilization occurs? എവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. യൂട്രസ്, ഓവിഡക്ട്, ഓവറി, വെജൈന. എവിടെ കൂടിയാണ്? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കണം, ഓവിഡക്ട്. ഈ ഓവിഡക്റ്റിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് വെജൈനയിൽ കൂടെയാണ് സ്പേം എന്ത് ചെയ്യുന്നത്? അകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അവിടെ വെച്ചാണെന്ന് പറയാമോ? പറ്റത്തില്ല അല്ലേ? ബേബി കിടക്കുന്നത് യൂട്രസിലാണെന്ന് പറയും. അതുകൊണ്ട് അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടന്നതെന്ന് പറയണോ? തെറ്റാണ്. നമ്മളെ കൃത്യമായിട്ടും ഫെലോപ്പിയൻ ട്യൂബിൽ അല്ലെങ്കിൽ ഓവിഡക്റ്റിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്ത് ചെയ്യുന്നു? ആദ്യം ഓവറിയിൽ കൂടി എന്ത് ചെയ്യുന്നു? എഗ്ഗ് റിലീസ് ചെയ്യപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? എഗ്ഗ് റിലീസ് ചെയ്യപ്പെടുന്നു. ശേഷം ഇത് വജൈനയിൽ എത്തുന്നു. എവിടെ എത്തുന്നു? വജൈനയിൽ എത്തുന്നു. വജൈനയിൽ നിന്നും യൂട്രസിലേക്ക് എന്ത് ചെയ്യുന്നു? സ്പേമം എത്തുന്നു. യൂട്രസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. യൂട്രസിൽ എത്തിയതിന് ശേഷം ഇതൊരു സൈഗോട്ടായി മാറുകയും എന്നിട്ട് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതാണ് ഈ ഒരു സ്പേമിന്റെ ജേർണി അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ്, ഇൻ ഹ്യൂമൻ മെയിൽസ് ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ടെസ്റ്റസ് ആർ. നോക്കൂ, ഹ്യൂമൻ മെയിൽസിൽ ടെസ്റ്റസ് ത്രൂ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ഏതാണെന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം. ഏതാണ്? ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്റ്ററോൺ, നൺ ഓഫ് ദീസ്. ടെസ്റ്റസ് ആണല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ടെസ്റ്റോസ്റ്റിറോൺ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആർക്ക് കൊടുക്കണം? അത് രണ്ടും നമ്മുടെ ഫീമെയിൽ ഹോർമോൺസ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റബോളിസം ഈസ് റിലേറ്റഡ് ടു. എന്താണ് മെറ്റബോളിസം? ആരുമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും റിലേറ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ആരുമായിട്ടാണ്? ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ്ഡ് ഇൻ ദി ബോഡി. എല്ലാ കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ്ഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റബോളിസം എന്ന് വിളിക്കാം. സിന്തസൈസ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഫ്രം സിമ്പിൾ മോളിക്യൂൾസ്, അല്ലെ? കുഞ്ഞു മോളിക്യൂൾസ്, കുഞ്ഞൻ മോളിക്യൂൾസിൽ നിന്നും വലിയ കോംപ്ലക്സ് സ്ട്രക്ചറിലുള്ള മോളിക്യൂൾസ് ഉണ്ടാകുന്നതിനെയും നമുക്ക് എന്ത് വിളിക്കാം? ആ ഒരു സിന്തസൈസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോർമേഷനെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റബോളിസം എന്ന് വിളിക്കാം എന്ന് പറയുന്നു. മെറ്റബോളിസം ഇൻക്ലൂഡ്സ് അനബോളിസം ആൻഡ് കാറ്റബോളിസം എന്ന് പറയുന്നു. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി 1, 2 and 3. ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞ എല്ലാം നമ്മുടെ മെറ്റബോളിസത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്, അല്ലെ? അനബോളിസം ആൻഡ് കാറ്റബോളിസം ടുഗദർ മേക്സ് എ മെറ്റബോളിക് ചേഞ്ച് എന്നാണ് പറയപ്പെടുന്നത്. ബിൽഡിംഗ് അപ്പ് ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ, അല്ലെ? അനബോളിസവും കാറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് അപ്പും ബ്രേക്കിംഗ് ഡൗണും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് മെൻഷൻ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ ബ്രേക്കിംഗ് ഡൗൺ സംഭവിക്കുന്നതായാലും ഹെയർ ഗ്രോത്ത് ഉൾപ്പെടെയുള്ള എന്താണ് ഫോർമേഷൻ ആയാലും ഒക്കെ എന്താണ് ഈ മെറ്റബോളിസത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി മെനിഞ്ചൈറ്റിസ് അഫക്ട്സ് വിച്ച് ഓർഗൻ? നമ്മുടെ ഒരു രോഗത്തിന്റെ പേരാണ് മെനിഞ്ചൈറ്റിസ്. ഇത് നമ്മുടെ ഏത് അവയവത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കിഡ്നി, ലിവർ, ഹാർട്ട്, ബ്രെയിൻ. ഏതാണ്? എല്ലാവർക്കും അറിയാലോ അല്ലെ? ബ്രെയിനിനെ ബാധിക്കുന്ന രോഗമാണ് ഈ പറയുന്ന നമ്മുടെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ആവരണമുണ്ട്. ആളുടെ പേരാണ് മെനിഞ്ചസ്. എന്താണ്? മെനിഞ്ചസ്. ഈ മെനിഞ്ചസിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മെനിഞ്ചൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് മേക്സ് അപ്പ് എ ജീൻ? ഒരു ജീൻ ഫോം ചെയ്യാൻ ഏത് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് വേണം എന്നുള്ളതാണ് ചോദ്യം. പോളിന്യൂക്ലിയോടൈഡ്സ്, ഹൈഡ്രോകാർബൺസ്, ലിപ്പോപ്രോട്ടീൻസ്, ലിപ്പിഡ്സ്. ആര് വേണം എന്ന് ചോദിച്ചാൽ നമ്മുടെ പോളിന്യൂക്ലിയോടൈഡ്സ് വേണം. ആരാണ്? പോളിന്യൂക്ലിയോടൈഡ്സ്, അല്ലെ? അതായത് ജീൻസ് എന്ന് പറയുന്നത് സെഗ്മെന്റഡ് DNA ആണ്. ആരാണ്? DNA, അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ഓഫ് DNA ഈസ് കോൾഡ് ജീൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന DNA എന്ന് പറയുന്നത് ഒരു തരം പോളിന്യൂക്ലിയോടൈഡ് ആണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ബോൺസ് ഇൻ ദി ഹ്യൂമൻ ബോഡി ആർ ഡാഷ് ആൻഡ് ഡാഷ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഏറ്റവും വലിയ ബോൺ ഏതാണെന്നും ഏറ്റവും ചെറിയ ബോൺ ഏതാണെന്നും അറിയണം. എങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ശരിയായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും ചെറുതാരാണ്? സ്റ്റേപ്പസ്, ടിബിയ, ഫിബുല. ലോങ്ങസ്റ്റ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ബോൺ ഏതാണ് എന്നുള്ളതിന് ഉദാഹരണം ഓപ്ഷൻ തന്നിരിക്കുന്നത് ഫീമർ,
ടിബിയ, ഫിബുല, ഫീമർ. ഏതാണ്? സ്റ്റേപ്പസ് ആണ് ഏറ്റവും ചെറിയ നമ്മുടെ ബോൺ എന്ന് പറയുന്നത്. സ്റ്റേപ്പസ് കാണപ്പെടുന്നത് നമ്മുടെ ഇയറിലാണെന്നും നമുക്കറിയാം. ഫെമർ കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ തൈയിലാണ്, തൊടയിൽ കാണപ്പെടുന്ന ബോണാണ് ഫിവർ. അതാണ് ഏറ്റവും വലുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് കിഡ്നി? നമ്മുടെ കിഡ്നിയുടെ ഒരു ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ, റിമൂവൽ ഓഫ് യൂറിയ, റെഗുലേഷൻ ഓഫ് അസിഡിറ്റി ഓഫ് ഫ്ലൂയിഡ്സ്, പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്. ഇതില് ഏത് പണിയാണ് നമ്മുടെ കിഡ്നി ചെയ്യാത്തതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് ജോലി ചെയ്യാനാണ് നമ്മുടെ കിഡ്നിക്ക് ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കിഡ്നി ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഓപ്ഷൻ ഡി ആണ്, വിച്ച് ഈസ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കിഡ്നി ചെയ്യുന്ന പണി അല്ല. നമ്മുടെ കിഡ്നി എന്ത് ചെയ്യാറുണ്ട്? ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു സാധനം റിലീസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പേര് റെനിൻ എന്നാണ്. ഈ റെനിൻ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ പണിയെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? റിമൂവൽ ഓഫ് യൂറിയ ആരുടെ ജോലിയാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. കിഡ്നിയുടെ പണിയാണെന്ന് നമുക്ക് നേരത്തെ അറിയാം അല്ലേ? അപ്പോൾ പിന്നെ ആസിഡ് ബേസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ അയോൺസിനെ എക്സ്ക്രീറ്റ് ചെയ്യുകയും ബൈകാർബണേറ്റ്സിനെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? പുറന്തള്ളിക്കാറുണ്ട്. ആര്? നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആസിഡ് ബേസ് റെഗുലേഷൻ എന്താണ്? ഈ പറയുന്ന അസിഡിറ്റി ഓഫ് ഫ്ലൂയിഡ്സിന്റെ റെഗുലേഷന് സഹായിക്കുന്നതാണെന്നും നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ എ ശരിയാണ്, ബി ശരിയാണ്, സിയും ശരിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റഡീഡ് അണ്ടർ ഹിസ്റ്റോളജി? ഹിസ്റ്റോളജി എന്താണ്? ഏത് ശാഖ പഠനത്തെയാണ് നമ്മൾ ഹിസ്റ്റോളജി കൊണ്ട് മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെല്ലാണോ, ടിഷ്യൂ ആണോ, മസിൽസ് ആണോ, ബോൺസ് ആൻഡ് കാർട്ടിലേജസ് ആണോ? ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ഈസ് കോൾഡ് ഹിസ്റ്റോളജി. സെൽസിന്റെ പഠനത്തെ നമുക്ക് സൈറ്റോളജി എന്നാണ് വിളിക്കാനുള്ളത്. എന്താണ്? സൈറ്റോളജി എന്ന് വിളിക്കണം. ഇനി മയോളജി ആണ് ആര്? നമ്മുടെ മസിൽസിന്റെ പഠനത്തെ വിളിക്കുന്നത്. മൈക്കോളജി ആയിരുന്നെങ്കിലോ അത് സ്റ്റഡി ഓഫ് ഫഞ്ചേ ആയിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ബോൺസും കാർട്ടിലേജസും ഒക്കെ ഓസ്റ്റിയോളജിയിലാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം? നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം വരുമ്പോൾ കറക്റ്റ് പ്രോസസ്സ് ഏതൊക്കെയാണ്, കറക്റ്റ് സ്റ്റെപ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നോക്കിക്കേ, ഇജഷൻ, ഇൻജഷൻ, അബ്സോർപ്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഇജഷൻ, ഡൈജഷൻ, ഇൻജഷൻ, ഇൻജഷൻ, അബ്സോർപ്ഷൻ, ഇജഷൻ, ഡൈജഷൻ, ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഇജഷൻ. ഇതില് ചിലർ ആദ്യമേ ലാസ്റ്റത്തെ സ്റ്റേജ് ആണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ. ഡൈജഷൻ എന്ന് വെച്ചാലാണ് ദഹനം എന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പൊ കുറെ പേർ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. എന്താണ് ഡൈജഷൻ ലാസ്റ്റ് വന്നിരിക്കുന്നത്? ആദ്യമേ അവര് ബിയും സിയും ഡിയും കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണോ എന്നായിരിക്കും നോക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും തെറ്റായ സ്ഥിതിക്ക് എന്താണ് ഇനി ഇൻജക്ഷൻ ആണോ ഇജക്ഷൻ ആണോ ആദ്യം എന്ന് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ആദ്യമേ ആഗിരണം നടക്കുമോ? എന്താണ് അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ ആഗിരണം എന്നാണ്. അതുമല്ല, നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഇജക്ഷൻ. എന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഇൻജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഫുഡ് വായിലിട്ട് ചവച്ചരച്ച് ഇറക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻജക്ഷൻ എന്ന് വിളിക്കുന്നത്.
ഡൈജഷൻ എന്ന് പറയുന്നത് ദഹനം അല്ലെ. ദഹനം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച ഫുഡിനെ എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്യിക്കുകയാണ് അവിടെ വെച്ച്. എന്താണ് നമ്മൾ കഴിച്ച ഫുഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ചെയ്യിക്കുകയാണ്. ആ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ ഡൈജഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്തത് അബ്സോർപ്ഷൻ അഥവാ ആഗിരണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ കഴിച്ച ഫുഡിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ കാണും അല്ലേ. ഈ ന്യൂട്രിയൻസിനെയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ബ്ലഡിലും ലിംബിലോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇജഷൻ വരുമ്പോൾ, ഇജഷൻ ആണെങ്കിൽ നമുക്ക് ഫുഡിൽ നമുക്ക് വേണ്ടാത്ത കുറെ സാധനങ്ങൾ കാണും അല്ലെ. ഈ സാധനങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പുറന്തള്ളിക്കും അല്ലെ, നമ്മൾ കളയും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന ഇജഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബേസിക് ഫീച്ചർ ഓഫ് ഇൻഹെറിറ്റൻസ്? നമ്മുടെ ഇൻഹെറിറ്റൻസിന്റെ അല്ലെങ്കിൽ ഒരു ഹെറിഡിറ്ററി ഇൻഹെറിറ്റൻസിന്റെ ഒക്കെ കാരണം, ബേസിക് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അതിന് കാരണമാകുന്നത് ആരാണ്? ജീൻ, ബ്ലഡ്, സ്പേം, ടിഷ്യൂ. നിന്റെ ബ്ലഡ് അല്ലേ അത് എന്ന് പറയാറുണ്ട് കുട്ടികളെ. എന്താണോ? അതല്ല. പിന്നെ സ്പേം ത്രൂ അല്ലേ ഒരു ബേബി ഉണ്ടാവുന്നേ. അപ്പൊ അതാണോ? അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? അല്ല, അതുമല്ല. ടിഷ്യൂസും അല്ല, മറിച്ച് ആരാണ്? ജീൻസ്, ജനസ് അല്ലെ, അതാണ് സംഭവം. അതായത് പാരന്റൽ ജനസ് ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടികളെ ക്യാരി ചെയ്യുന്നത്. അതാണ് ബേസിക് ഫീച്ചർ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഹെർബിവോറെ റിക്വയർസ് ലോങ്ങർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടു ഡൈജസ്റ്റ് അല്ലെ. ഹെർബിവോറേസിനുള്ളത് യൂഷ്വലി നമ്മൾ നോൺ കാർണിയോറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒമ്നിയോറിനെയൊക്കെ സംബന്ധിച്ച് എന്താണ്? കുറച്ച് ലോങ്ങർ, നീളം കൂടിയ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഇവർക്ക് കാണപ്പെടുന്നത്. ലോങ്ങർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീളം കൂടിയ ചെറുകുടലാണ് എന്താണ് സസ്യാഹാരികൾക്ക് കാണപ്പെടുന്നത്. ഇനി ഇത് എന്തിനെ ദഹിപ്പിക്കാനാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ക്ലോറോപ്ലാസ്റ്റ്, സെല്ലുലോസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ. എന്തിനെ ദഹിപ്പിക്കാനാണ്? നമ്മുടെ ഉത്തരം സെല്ലുലോസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, സെല്ലുലോസ്. നമുക്കറിയാം സസ്യങ്ങളിൽ ആണ് സസ്യാഹാരികൾ കഴിക്കുന്നത്. ഈ സസ്യങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? സെൽ വാൾ സെല്ലുലോസ് കാണപ്പെടുന്നത്. ഇതിനെ പൂർണ്ണമായും ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സസ്യാഹാരികളില് ലോങ്ങർ അഥവാ നീളം കൂടിയ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന ചോദ്യത്തിൽ നിന്ന് മറ്റൊരു കാര്യം കൃത്യമായി ഓർത്തിരിക്കുക. ഈ പറയുന്ന ലോങ് സ്മോൾ ഇൻറ്റസ്റ്റൈനെ വിളിക്കുന്ന പേരെന്താണ്? ആർക്കെങ്കിലും അറിയാമോ? ഇതിന്റെ പേര് സീക്കം എന്നാണ്. എന്താണ്? സീക്കം എന്നാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോ നമുക്കറിയാം there is a larger small അല്ലെങ്കിൽ longer small intestine usually seen in herbivorae to digest cellulose. What is it called എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിനെ വിളിക്കുന്ന പേരെന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതും കൂടി അറിഞ്ഞിരിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറിയാസിസ് ഡിസീസ് ഈസ് എവിഡന്റ് ഇൻ. സോറിയാസിസ് നമുക്കറിയാം അല്ലേ, ചെരങ്ങ് പോലെയൊക്കെ കാണപ്പെടുന്നതാണ് അല്ലേ, നമുക്കറിയാലോ സോറിയാസിസ്. ഇത് എവിടെയാണ്? ത്വക്ക്, കണ്ണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, നെയിൽസ്. എവിടെയാണ് ബാധിക്കുന്നത് സോറിയാസിസ്? ഇത് സ്കിന്നിലാണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് പറയുന്നത് ദ ഓർഗൻ അഫക്റ്റഡ് ബൈ ദി പോയിസണിങ് ഓഫ് വൈപ്പർ. അണലിയാണ് വൈപ്പർ അല്ലേ. ആരാണ് വൈപ്പർ? അണലി. അണലിയുടെ കടിയേറ്റാൽ നമ്മളെ ബാധിക്കുന്ന, അതിന്റെ വിഷം, അതിന്റെ പോയിസൺ ബാധിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കിഡ്നി, പാൻക്രിയാസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലിവർ. എവിടെയാണ്? കിഡ്നിനെയാണ്, നമ്മുടെ കരളിനെയാണ് എന്ത് ചെയ്യുന്നത്? കിഡ്നിനെയാണ് എന്ത് ചെയ്യുന്നത്? വൃക്കയാണ് കിഡ്നി. വൃക്കകളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അണലി കടിച്ചാൽ
ഏൽക്കുന്നത്, നമുക്ക് ഉണ്ടാകുന്നത് അക്യൂട്ട് റീനൽ ഫെയിലുവർ ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക, അക്യൂട്ട് റീനൽ ഫെയിലുവർ വന്ന് കിഡ്നി ബാധിച്ചാണ് എന്ത് ചെയ്യുന്നത്, അണലിയുടെ കടിയേറ്റാൽ മനുഷ്യര് മരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഡൈജഷൻ കാർബോഹൈഡ്രേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു. നോക്കൂ, ഇതിന്റെ ബേസ് ചെയ്ത ഒരു ചോദ്യം ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കാർബോഹൈഡ്രേറ്റ്സിനെ എന്തോ ആക്കി സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരുന്നു എന്നാണ് ആ ചോദ്യം. ഓർക്കണുണ്ടോ? അപ്പൊ ഇത് എവിടെയാണെന്ന് പറഞ്ഞേ. ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്. എവിടെയാണ്? ലിവറിലാണെന്നാണ് പഠിച്ചത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. എന്തായിട്ടാണ്? ഗ്ലൈക്കോജൻ ആയിട്ടാണോ ഗ്ലൂക്കോസ് ആയിട്ടാണോ? ഓപ്ഷൻ ബി ആണ്, ഗ്ലൂക്കോസ് ആയിട്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് ഡൈജഷന് ശേഷം. ഓക്കെ അല്ലേ? ഓക്കെ, അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീൻസിനെയാണ്. ഓക്കെ അല്ലേ? ഇനി ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് ഫാറ്റ്സിനെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ തവണ ഹ്യൂമൻ ബോഡീസിൽ നിന്നും വന്ന് കാണുന്ന ടോപ്പിക്സ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് പറയണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഫോക്കസ് ചെയ്യാനുള്ളത് ഹ്യൂമൻ ബോഡി കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓർഗൻസ് എടുക്കുകയാണെങ്കിൽ ലിവറിന് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? പിന്നെ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ ഉണ്ട്, ബ്ലഡ് പഠിക്കണം, എല്ലാം പഠിക്കണം. പക്ഷേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് NTPC-കാർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമെന്ന് മനസ്സിലാക്കി ആ ഏരിയാസ് കവർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മറ്റ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.